സന്താന സൗഭാഗ്യത്തിന്റെ വിഷയം പറയുമ്പോൾ ഒരുപാട് രക്ഷിതാക്കന്മാർ, ഒരുപാട് ദമ്പതിമാർ വളരെ ആഗ്രഹിച്ച് നടക്കുകയാണ്. അതിനൊക്കെ അല്ലാഹു ചില വഴികൾ വെച്ചിട്ടുണ്ടാവും. അതിന്റെ ചികിത്സ നമ്മൾ ചെയ്യുക. രണ്ട് വിഷയം ഞാൻ ഇവിടെ അറിയിക്കുകയാണ്. ഒന്ന്, സന്താന സൗഭാഗ്യത്തിന് നമ്മൾ സബബുകൾ അന്വേഷിക്കുമ്പോ അതിലൊന്ന്, ചെമ്മാട് ദാറുൽ ഹുദയിൽ പോയി തിങ്കളാഴ്ച ദുആയിലൊന്ന് കൂടിയിട്ട് കുട്ടി ഉണ്ടായി കഴിഞ്ഞാൽ ദാറുൽ ഹുദയിലേക്ക് ഒരു പഞ്ചസാര ചാക്ക് നേർച്ചയാക്കുന്ന ഒരു പതിവ് മഹാനായ CH ഹൈദറുസ് മുസ്ലിയാരും ബാപ്പുട്ടിയൊക്കെയുള്ള കാലത്തുണ്ട്. ഒരുപാട് ആളുകൾക്ക് അങ്ങനെ ഫലവും ഉണ്ടായിട്ടുണ്ട്. കുട്ടികൾ ഉണ്ടായിട്ട് കൊടുത്താൽ മതി, ഇപ്പോൾ ഒന്നും കൊടുക്കണ്ട. ദ്വാരന്ന് തിങ്കളാഴ്ച അസ്ര നിസ്കാരം കഴിഞ്ഞാൽ ദ്വാരുണ്ട്, അവിടെ പോയി ദ്വാരന്ന് പോയി ലിസ്റ്റ് കൊടുക്കുക. മഹാദി ഉസ്താദോ അവിടെ പകൽഭരായ ഉസ്താദുമാരൊക്കെ ദ്വാക്ക് നേതൃത്വം കൊടുക്കും. ഒന്ന് അതൊന്ന് പരീക്ഷിച്ച് നോക്കുക. പരീക്ഷിക്കല്ല, ഒരു കൂലിയുള്ള സ്വതക്കയാണ്. ദ്വാക്ക് കൂടുതൽ യാസീനു ദ്വാക്ക്. രണ്ട്, സമസ്തയുടെ മുഷാവറ കേന്ദ്ര മുഷാവറ അംഗം കൂടിയായ ബഹുമാനപ്പെട്ട ചെറുവാളൂർ ഹൈദറുസ് മുസ്ലിയാർ, മഹാനായ ശംസുൽ ഉലമയുടെ ഇഷ്ടപ്പെട്ട ശിഷ്യനും ശംസുൽ ഉലമയിൽ നിന്ന് ഒരുപാട് കറാമത്ത് അനുഭവിച്ച മഹാനും ജീവിച്ചിരിപ്പുള്ള പ്രഗത്ഭരായ പണ്ഡിതന്മാരിൽ നമുക്ക് വാവാട് ഉസ്താദിന്റെ ഒക്കെ ആ ഒരു കാറ്റഗറിയിലുള്ള ഒരു മഹാനുമാണ്. ഉസ്താദിന് അങ്ങനെ ഒരു ഇജാസിയത്ത് മഹാനായ ശംസുൽ ഉലമ കൊടുത്തിട്ടുണ്ട്. 25,000-ലേറെ കുട്ടികൾ ആ മഹാൻ മന്ത്രിച്ചൂതി കൊടുത്ത കാരക്കയും പിന്നെ എള്ളോ എന്തോ ഉസ്താദ് കൊടുക്കാറുണ്ട്. തൃശ്ശൂർ ജില്ലയിലെ പാലപ്പിള്ളി എന്ന് പറയുന്ന സ്ഥലമുണ്ട്. അവിടെ വാഫി കോളേജ് നടക്കുന്നുണ്ട്, ദാറുൽ തഖ്വ ഇസ്ലാമിക് അക്കാഡമി. ഞങ്ങൾ രണ്ടാഴ്ച മുമ്പ് ഞാൻ അവിടെ പോയിരുന്നു. ഉസ്താദ് പെരിന്തൽമണ്ണക്കാരനാണ്. പക്ഷെ ഉസ്താദിനോട് ശംസുലമ്മ പറഞ്ഞു, നിങ്ങൾ തൃശ്ശൂർ ജില്ലയിൽ നിന്നാ മതി എന്ന് പറഞ്ഞു. ഉസ്താദിന്റെ പ്രവർത്തനങ്ങളൊക്കെ തൃശ്ശൂർ ജില്ലയിലാണ്. ദുആ മജ്ലിസിനൊക്കെ വരാറുണ്ട്. വളരെ ആബിദായൊരു നല്ല ഉസ്താദിന് ദ്വാരക്കാൻ വേണ്ടി 10, 18, 20, 30 കൊല്ലം കുട്ടികളില്ലാത്ത വിഷയമെന്ന് പറഞ്ഞ് ഉസ്താദ് ദുആ ചെയ്തു കൊടുത്ത് അള്ളാഹുവിന്റെ ഫضل കൊണ്ട്, ഔദാര്യം കൊണ്ട് കുട്ടികളുണ്ടായി. അവര് സന്തോഷത്തോടെ ആ സ്ഥാപനത്തിന് എന്ത് കൊടുക്കുന്നുണ്ടോ അതാണ് ആ സ്ഥാപനത്തിന്റെ ഇന്നത്തെ വരുമാനം. ചെറുവാളൂർ ഉസ്താദിന് സന്തോഷത്തോടെ കൊടുക്കും. ഞാൻ അത്ഭുതപ്പെടുകയാണ്. ഞങ്ങൾ പോയപ്പോ 3 ആളുകൾ, ഒന്ന് അവിടുത്തെ ഒരു അഡ്വക്കേറ്റ് ബീരാൻ സാഹിബ് ഉണ്ട്, അദ്ദേഹം ഒരു 2 ലക്ഷവും, നമ്മുടെ ലുലു യൂസുഫ് അലി സാഹിബ് 2 ലക്ഷവും, ബഹുമാനപ്പെട്ട ചെറുവാളൂർ ഉസ്താദ് 2 ലക്ഷവും കൊടുത്തിട്ട് ഒരു പദ്ധതി തുടങ്ങാൻ പോവാണ്. അത് ഉസ്താദിന് കിട്ടുന്ന പൈസ അവിടെ കൊടുക്കുകയാണ്. ആ മഹാന്റെ ചോരയും നീരും ആ സ്ഥാപനമാണ്, അവിടെ കൊടുക്കുകയാണ്. ഉസ്താദിന് സംഭാവന കൊടുക്കേണ്ടത് എപ്പോ? കുട്ടികളുണ്ടായാൽ. അപ്പൊ ആളുകൾ പറഞ്ഞു, ഉസ്താദെ ഈ കുട്ടികളുണ്ടാകുന്നത് വലിയൊരു അത്ഭുതമല്ലേ. ഒരുപാട് ആളുകൾ തെക്കൻ ജില്ല ആ ഭാഗത്താണ്, നമ്മുടെ ഈ ഭാഗത്തൊന്നും അത്ര ഉസ്താദിന് അറിയില്ല എന്ന് തോന്നുന്നു. ചെറുവാളൂർ ഹൈദറുസ് മുസ്ലിയാർ, പെരിന്തൽമണ്ണ നമ്മുടെ ബാപ്പു മുസ്ലിയാരുടെ നാട് ഏലംകുളം, അവിടെയാണ് ഉസ്താദിന്റെ നാട്. ഇപ്പോൾ തൃശ്ശൂർ ജില്ലയിലാണ്. അവിടെ നമ്പർ വേണമെങ്കിൽ നമ്മുടെ സുഹൃത്ത് മാണിക്കോത്ത് അബുവിന്റെ അടുത്തൊക്കെ ഉണ്ടാവും. വേണമെങ്കിൽ ഉസ്താദ്മാർക്ക് കൂടെ കൊടുക്കുക. ആരെങ്കിലും അങ്ങനെ കുട്ടികളില്ലാത്തത് പരീക്ഷിച്ച് നോക്കുക. അല്ലാഹു പറഞ്ഞ വാതിലുകൾ മുട്ടാലോ. അപ്പൊ ആളുകൾ പറഞ്ഞു, ഉസ്താദ് നിങ്ങൾ എന്തേലും ഈ കുട്ടികളുണ്ടാണെന്ന് എഴുതി വെക്കണം, ഒരു ചരിത്രമാക്കിയിട്ട് ഒരു പുസ്തകമായിട്ട് ഇറക്കാലോ. 2015 അങ്ങനെ എഴുതാൻ തുടങ്ങി. കുട്ടികളായിട്ട് വരും, സന്തോഷത്തോടെ ഉസ്താദ് ദ്വാരന്ന് കിട്ടിയ കുട്ടിയാണെന്ന് പറഞ്ഞ് വരും. അങ്ങനെ കൊണ്ടുവന്ന 60 കുട്ടികൾ കഴിഞ്ഞിപ്പോ 2015 മുതൽ 2 കൊല്ലത്തിനിടയ്ക്ക് 60 കുട്ടികളായി. അപ്പൊ ഉസ്താദ് രേഖപ്പെടുത്തും ആര് എന്തൊക്കെയെന്നൊക്കെ. എഴുതാത്ത കാര്യം ഉസ്താദിന്റെ ഹാദ്യം പറയാം, ഒരു 25,000 കേസുകളെങ്കിലും ഞങ്ങൾക്കറിയാം എന്ന് പറയാം. അപ്പോ ഇത്രയും വലിയൊരു മഹാന് നമ്മുടെ മുമ്പിൽ ജീവിച്ചിരിപ്പുണ്ടായിട്ട് അറിയാതെ പോകണ്ട. ബഹുമാനപ്പെട്ട സമസ്തയുടെ കേന്ദ്ര മുഷാവർ അംഗം കൂടിയാണ് മഹാനവറുകൾ. ഒന്ന് പറ്റുന്നവരെന്ത് ചെയ്യുക, ആ കോളേജ് വരെ പോയി മുത്താലിമ്യങ്ങളൊക്കെ ഒന്ന് കണ്ട് ഉസ്താദിന്റെ അടുത്ത് ഒന്ന് ദ്വാരപ്പിക്കുക. അള്ളാഹു ആരുടെ ദ്വാ കേൾക്കാന്ന് അറിയില്ലല്ലോ. അപ്പോ ഇൻഷാ അല്ലാഹ് അത് സദസ്സിന് കൈമാറുകയാണ്. നമ്മുടെ ലൈവായിട്ട് കേൾക്കുന്ന സുഹൃത്തുക്കൾ ഉണ്ടാവും, ഒരുപാട് മക്കളില്ലാതെ വിഷമിക്കുന്നത്. അപ്പോ ആ നമ്പർ ഒന്ന് കൊടുത്താൽ നമുക്കൊന്ന് പറയാം. അവർക്ക് പ്രയാസമായി പോകുമെന്നറിയില്ലെങ്കിൽ ഒരുപാട് ആൾക്കാർ ബുദ്ധിമുട്ടിച്ചിട്ട്, ഉസ്താദ് യാത്രയൊക്കെ ചെയ്യുന്ന ആളാണ്, ഒരുപാട് പരിപാടികളും പാതിരാവോളം ഉറങ്ങാത്ത ഒരു മഹാനാണ്. അപ്പോ സൗകര്യം നമ്മുടെ നമ്പർ വായിച്ചു തരും ഇൻഷാ അല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് കൺകുളിർമയുള്ള മക്കളെ കൊടുക്കട്ടെ എന്ന് ദുആ ചെയ്യുകയാണ്. സല്ലു അലൻ നബി മുഹമ്മദിൻ വ ആലിഹി. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വ അലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ വ ബാരിക് വ സല്ലിം അലൈഹി.
അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ വബാരിക് വസല്ലിം അലൈഹി. ഒരുപാട് സ്വലാത്ത് നമ്മുടെ ഹബീബിന്റെ ഹളറത്തിലേക്ക് എത്തും. അള്ളാഹു എത്തിച്ചു കൊടുക്കട്ടെ, അവിടുത്തെ അള്ളാഹു സന്തോഷിപ്പിക്കട്ടെ.